വെൽക്കം ടു മല്ലു ക്യൂളർ. ടെറസ്റ്റഗന്റെ വില ടെറസ്റ്റഗൻ തന്നെ ഇല്ലാണ്ടാക്കി കളയാണ്. അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ടെറസ്റ്റഗൻ നല്ല രീതിക്ക് കളിച്ചുകൊണ്ടിരുന്നു, പിന്നീട് പെർഫോമൻസ് വളരെ ഡിപ്പായി. ഒരു പ്ലെയറുടെ പെർഫോമൻസ് ഡിപ്പാവുന്നത് ഫുട്ബോൾ ചരിത്രത്തിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ പ്ലെയർ നല്ല കാലത്ത് തന്ന പെർഫോമൻസിന്റെ പേരിൽ നമ്മൾ ആ പ്ലെയറെ വാല്യൂ ചെയ്യും, അല്ലെങ്കിൽ ഒരു ലെജൻഡായിട്ടൊക്കെ മേ ബി കണക്കാക്കും. പക്ഷേ ടെർ അങ്ങനെ ലെജൻഡായിട്ടൊക്കെ കണക്കാക്കപ്പെടേണ്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആളുടെ കാട്ടിക്കൂട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ലെജൻഡായിട്ട് എന്നല്ല, എന്താ പറയുക, ആൾക്ക് ചവറ്റുകൊട്ടയിലാണ് ഫാൻസിന്റെ മനസ്സിൽ നിലവിൽ സ്ഥാനം. ബോർഡിന്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. അത് ആള് എരന്ന് വാങ്ങിയതാന്ന് നമുക്ക് 100% പറയാൻ വേണ്ടി പറ്റും. എന്തൊക്കെയാണ് ആളെ കാട്ടിക്കൂട്ടലുകൾ? ആൾ ഇഞ്ചുറി മാറി തിരിച്ചു വന്നതിന് ശേഷം ഹാൻസി ഫ്ലിക്കിന്റെ അടുത്തേക്ക് തന്റെ ഏജന്റിനെ പറഞ്ഞയച്ചു. സെമി ഫൈനലിൽ സെസനെ സ്റ്റാർട്ട് ചെയ്യിക്കരുത്, എന്നെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് വർത്താനമാണത്? അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ടെറസ്റ്റഗനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെസനിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണം, അല്ലെങ്കിൽ ആളെ UCL നിന്ന് ഡീരജിസ്റ്റർ ചെയ്യണം. അതൊക്കെ ബാഴ്സ ഇയാൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്നാണോ ഇയാൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? എന്തൊക്കെ മൈൻഡ് സെറ്റാണ് ഈ ടെറസ്റ്റഗനൊക്കെ ഉള്ളത്. അത് പോട്ടെ, എന്തെങ്കിലും വിചാരിക്കാം. നമ്മുടെ ജോവാൻ ഗാർഷ്യ ബാഴ്സയിലേക്ക് വരാൻ നിന്നപ്പോൾ സർവ്വ മീഡിയ പ്രഷറും കൊടുത്തിട്ട് ആ ഡീൽ മുടക്കാൻ നോക്കിയ വ്യക്തിൻ്റെ പേര് ടെറസ്റ്റഗൻ എന്നാണ്. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എൻ്റെ കോൺട്രാക്റ്റ് ഒക്കെ കഴിഞ്ഞ് പതുക്കെ പോവുള്ളൂ എന്ന് എല്ലാ മീഡിയക്കാരെയും വിളിച്ചിട്ട് നായികക്ക് 40 വട്ടം മറ്റേ ബ്രീഫിംഗ് കൊടുത്ത മനുഷ്യനാണ് ഈ ടെറസ്റ്റഗൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയൊക്കെ കാട്ടുന്ന ടെറസ്റ്റഗന് ക്ലബിനോട് എന്ത് സ്നേഹം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലബിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടത്, അറ്റ്ലീസ്റ്റ് ഇയാൾ ക്ലബിന്റെ ക്യാപ്റ്റൻ അല്ലേ, ക്ലബിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണ്ടേ? ക്ലബ് ഏത് അവസ്ഥയിലൂടെയാണ് പോകുന്നത്? ഇയാളെന്ന് വിചാരിച്ച് മരിക്കും വരെ 1-ാം നമ്പർ ഗോൾ കീപ്പറായിട്ട് ടെറസ്റ്റഗനെ തന്നെ വെച്ചുകൊണ്ടിരിക്കണമെന്നോ? അതൊന്നും നടക്കുന്ന കേസല്ല. ടെറസ്റ്റഗൻ മനസ്സിലാക്കണം, എൻ്റെ കളിൻ്റെ നിലവാരം ഇപ്പോൾ എവിടെയാണ്, ആ ടീമിൽ എനിക്ക് സ്ഥാനമുണ്ടോ? സ്ഥാനമില്ല. അപ്പോൾ എന്താ പറയുക, നല്ല രീതിക്ക് ടീമിൽ നിന്ന് മാറിക്കൊടുത്ത് യങ്സ്റ്റേഴ്സിനെ വരവേൽക്കുകയാണ് വേണ്ടത്. അത് ഇയാൾക്ക് ചെയ്യാൻ പറ്റൂല. നമ്മൾ എന്താ പറയുക, എന്തായാലും ടെറസ്റ്റഗൻ കാട്ടുന്നത് ഭയങ്കര മോശം പരിപാടികളാണ്. അപ്പോൾ അവിടെ അത്ര മീഡിയ പ്രഷർ വന്നിട്ട് നമ്മൾ ജോവാൻ ഗാർഷ്യനെ അന്തസ്സായിട്ട് പോയി സൈൻ ചെയ്തു. ഇനി ഒരു സംശയവും വേണ്ട, ടീമിൻ്റെ 1-ാം ചോയ്സ് ഗോൾ കീപ്പർ ജോവാൻ ഗാർഷ്യയാണ്. സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന് പറയുന്നത് ആരാണ്? അത് സെസിനിയാണ്. തേർഡ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന് പറയുന്നത് ടെറസ്റ്റഗൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇനാക്കി പെന പോയിട്ടില്ലെങ്കിൽ ഇനാക്കി പെന ആയിരിക്കും. ഇനാക്കി പെന അവിടെ ഉണ്ടെങ്കിൽ 4th ചോയ്സ് ആവും ടെറസ്റ്റഗൻ, സംശയമില്ലാത്ത കാര്യം. ടെറസ്റ്റഗനെ ഇനി ബാഴ്സന്റെ ജേഴ്സി ഇട്ട് കാണാൻ എനിക്കൊരു താല്പര്യമില്ല. പിന്നെ ഈ അടുത്ത് എന്താ ഉണ്ടായ, ഈ അടുത്ത ആൾക്കും ആ ഇഞ്ചുറി കാരണം 3-4 മാസം പുറത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ക്ലബ്ബ് സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതിന് മുമ്പ് ഇയാള് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞേക്കാം, ഞാനിപ്പോൾ തിരിച്ചു വരും, എനിക്കൊരു 3 മാസം റെസ്റ്റ് എടുക്കണം. 3 മാസം റെസ്റ്റ് എടുക്കണം എന്ന് പുറത്ത് പറയേണ്ട ആൾ ഇവനാണോ? അല്ല, അതിന് ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റിൻ്റെ കൂടെ. ബാഴ്സ അവൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്താണ്, എന്തായാലും എനിക്ക് ജനുവരി വരെ കളിക്കാൻ പറ്റില്ല, അപ്പോൾ ഡീരജിസ്റ്റർ ചെയ്തിട്ട് ജനുവരി ആകുമ്പോൾ രജിസ്റ്റർ ചെയ്യാന്ന്. അത് ഇയാൾക്ക് പറ്റൂല. ക്യാപ്റ്റൻ അല്ലേ, ഒരു വാശിയിലാണ് ആൾ. ക്ലബിനായിട്ട് ഡയറക്റ്റ് വാർ പ്രഖ്യാപിച്ചിരിക്കുന്ന രൂപത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. ക്ലബും അതേ മൈൻഡിൽ തന്നെയാണ്. എനിക്ക് വാറാണെങ്കിൽ നമ്മളും യുദ്ധം ചെയ്യാൻ റെഡിയാണെന്നാണ് ക്ലബ്ബ് പറയുന്നത്. ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്ത മീറ്റിങ്ങുകളൊക്കെ, ടെറസ്റ്റഗനായിട്ട് ഷെഡ്യൂൾ ചെയ്ത മീറ്റിങ്ങുകളൊക്കെ ലപ്പോർട്ട റദ്ദാക്കി എന്നാണ് പറയുന്നത്. ഇനി അവൻ ഇങ്ങോട്ട് വന്ന് കാല് പിടിക്കട്ടെ, അപ്പം മീറ്റിംഗ് വെക്കാന്നാണ് ലപ്പോർട്ട പറയുന്നത്. അത് എന്തുകൊണ്ടും നല്ല തീരുമാനമാണ്. അല്ലാതെ ടെറസ്റ്റഗന്റെ മേലിൽ നമ്മൾ കുനിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ആൾ കാണിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആളുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് ആൾ മറ്റേ നമ്മുടെ ടീം ഡോക്ടർമാരെ ബന്ധപ്പെടാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളും നിലവിലുണ്ട്. അതായത് ആൾക്ക് ബെറ്റർ റിക്കവറി നമ്മളല്ലേ ഇതിനൊക്കെ പൈസ കൊടുക്കുന്നേ, അത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. ആൾ എത്രയും പെട്ടെന്ന് റിക്കവറായി വരണം എന്നുള്ളത്, ടീമിലേക്ക് എത്തണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആളെ പെട്ടെന്ന് റിക്കവർ ആക്കി എടുക്കുക എന്നുള്ളത്. നമ്മൾ സാലറി കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ ഇയാൾ ടീം ഡോക്ടർമാരെ ബന്ധപ്പെടാൻ സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ കുറേ ഒരു ജാതി സ്വഭാവം എടുക്കാം. ടീമിന്റെ ക്യാപ്റ്റനാണ്, ഏത് നേരത്താണ് അവർ ക്യാപ്റ്റൻ ആൻഡ് കൊടുത്തത്? ഇനി ആളിടുന്ന ആ 1-ാം നമ്പറും വാങ്ങി വെച്ചിട്ട് 3rd ചോയ്സോ 4th ചോയ്സോ ഗോൾ കീപ്പർ ആക്കിയിട്ട് അവിടെ ഇരുത്തുക വേണ്ടത്. കളിപ്പിക്കരുത്, ഒരു കാരണവശാലും കളിപ്പിക്കരുത്. എൻ്റെ ആഗ്രഹം അതാണ്. ഞാൻ പറഞ്ഞ കൂടിപ്പോയോ കുറഞ്ഞു പോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ആഗ്രഹം ഇതാണ്. ഒട്ടുമിക്ക എല്ലാ ബാഴ്സ ഫാൻസിൻ്റെ വികാരം ഇതാണ്. പിന്നെ പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആർക്ക് നഷ്ടം? ബാഴ്സക്ക് വേറെ ഗോൾ കീപ്പർ വന്നു,
ജോവൻ ഗാർഷ്യ ഉണ്ട്, സെസനി ഉണ്ട്, അത്യാവശ്യത്തിന് വിശ്വസിക്കാം. നേരെ വരുന്ന ഷോട്ടെങ്കിൽ അവർ അന്തസ്സായിട്ട് തട്ടും ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട്. പക്ഷേ ടെറസ്റ്റഗനാണ് ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ ടെറസ്റ്റഗനെ നഷ്ടപ്പെടാനുള്ളത്. 2026 വേൾഡ് കപ്പൊക്കെ വേറെ പ്ലേയേഴ്സ് വന്ന് ജർമ്മനിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ജർമ്മനിയിൽ ഗോൾ കീപ്പർമാർക്ക് അത്ര കുറവൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട് ആ സിറ്റിൻ്റെ ഒർട്ടേഗ പോലും എത്രയോ ബെറ്ററാണ് ടെറസ്റ്റഗനെക്കാളും. ടെറസ്റ്റഗനൊക്കെ തള്ളിപ്പോവും. വേണമെങ്കിൽ ബാഴ്സ വിട്ടിട്ട് വേറൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ട് ആ ജർമ്മനിത്തെ സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പർ സ്ഥാനമെങ്കിലും ഒന്ന് പിടിച്ചടക്കാനുള്ള ടെറസ്റ്റഗന് വേണമെങ്കിൽ ടെറസ്റ്റഗൻ നടത്താം. അല്ലെങ്കിൽ ബെഞ്ചിൽ പൊടിയും തട്ടി ഇരിക്കേണ്ടി വരും. പെർഫോമൻസ് ലെവൽ വെച്ചിട്ടാണെങ്കിലും ഈ വൃത്തികെട്ട സ്വഭാവം വെച്ചിട്ടാണെങ്കിലും ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും ടെറസ്റ്റഗൻ. അത്രേ ഉള്ളൂ. ആർക്കാ നഷ്ടം? ടെറസ്റ്റഗനാ നഷ്ടം. ആളുടെ പ്രതാപകാലത്തൊക്കെ അവിടെ ന്യൂ ഇയർ പോലെ ഒരു ജയന്റ് ഉണ്ടായിരുന്നു. ന്യൂ ഇയർ ഇനിയിപ്പോൾ മാറി നിൽക്കാൻ പോകുമ്പോൾ ആളുടെ സ്വഭാവം കാരണം തന്നെ പറയും. സ്വഭാവം കാരണമാണ് 2026 വേൾഡ് കപ്പിൽ ആൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ടെറസ്റ്റഗന്റെ സ്വഭാവം കാരണം തന്നെയാണ്. ഇനി എന്തായാലും ആൾ ബാഴ്സയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊന്നും പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റാർട്ട് ചെയ്ത് കാണാൻ ഇനി ആഗ്രഹമില്ല. അത്രയും വെറുപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, അതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.